ഹായ് മക്കളെ, ഈ ഒരു ഷെഡ്യൂള്, അതായത് 17-ാം തീയതി മാത്സ് എക്സാമിന് വേണ്ടി ഇനി എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള ഷെഡ്യൂൾ ചെയ്യാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കൺഫ്യൂഷൻ വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ നിങ്ങൾക്ക് അതെങ്ങനെയാണ് തീർക്കാൻ പറ്റുക എന്നുള്ളത്. ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. അത് ഈ മാത്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അതായത് നമ്മളെ ഷെഡ്യൂൾ നോക്കി പഠിക്കാമെന്നല്ല കേട്ടോ, +2 മാത്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 60 മാർക്കാണ്. അതായത് നിങ്ങൾ 1200 മാർക്കിൻ്റെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് കൂടാൻ പോകുന്നത് 60 മാർക്കാണ് മാക്സിമം. ഇനിയിപ്പോൾ 55 കിട്ടുകയാണെങ്കിൽ 55 മാർക്ക് കിട്ടും, 50 കിട്ടുകയാണെങ്കിൽ 50 മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അതേ സ്ഥാനത്ത് ഇമ്പ്രൂവ്മെൻറ്റ് പഠിച്ചപ്പോൾ എനിക്കൊന്ന് കെമിസ്ട്രി എങ്ങനെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിലുള്ള കെമിസ്ട്രി ബയോളജി ഉണ്ടോ? കെമിസ്ട്രി ഉണ്ട്. കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് 40 മാർക്ക് ഉണ്ടെങ്കിൽ അതിന് 60 എത്തിക്കാൻ നിങ്ങൾ ശരിക്കും ഫുള്ള് പഠിക്കണ്ടേ. അങ്ങനെയാണ് നിങ്ങൾക്ക് കൂടാൻ പോകുന്നത് ഒരു 20 മാർക്കാന്നുള്ളത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, മനസ്സിൽ വെച്ചിട്ട് ചെയ്യുക. അതായത് എന്താ പറയുക, എനിക്ക് 1 മാർക്കേ കഴിഞ്ഞ തവണ പോയിട്ടുള്ളൂ, ആ ഒരു മാർക്ക് പിടിച്ചിട്ട് 1200 വേണ്ടിയിട്ട് വേർത്ത് ദ എഫേർട്ടില്ല. അതായത് 1 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സബ്ജക്റ്റ് ഫുള്ള് പഠിക്കുക. അത് മാത്സ് സ്റ്റേക്കിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാത്സിൽ 60 വരെ 58 കിട്ടിയാൽ തീർന്നത്. അത് നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യാം. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, എങ്ങനെ പഠിക്കണം എന്നുള്ളത് അല്ലേ. ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നതല്ല കേട്ടോ, പക്ഷേ നിങ്ങളുടെ സ്ഥാനത്ത് ഞാൻ എഴുതൂല. പ്രത്യേകിച്ച് എഴുതും ഞാൻ +1 ഫുള്ള് പഠിച്ചു കഴിഞ്ഞിട്ട് അതിന് എന്ത് ചെയ്താൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി എന്നാണെങ്കിൽ ഞാൻ എഴുതും, അല്ലെങ്കിൽ ഞാൻ ആ റിസ്ക് എടുക്കൂല. പോട്ടെ. യെസ്, കമ്മിങ് ബാക്ക് ടു മാത്സിൽ എങ്ങനെ ഫുള്ള് മാർക്ക് കിട്ടാന്നില്ല. ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതായത് എജ്യൂപോർട്ടിൻ്റെ ചരിത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് 18 മണിക്കൂർ ലൈവൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ലൈവ് അല്ലാതെ ഒരു റെക്കോർഡ്, അതായത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ വഴി ഞങ്ങൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത ഏറ്റവും ദൈർഘ്യമേറിയ വീഡിയോ ഇന്നിപ്പോഴും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ എനിക്കൊന്നൊരു 11 മണിക്കാണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത്. അതിനുശേഷം അപ്പ് ചെയ്തിട്ടും ഇപ്പോഴും എന്തായിക്കൊണ്ടിരിക്കുന്നുള്ളൂ, അത് SD വേർഷൻ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ, പ്രോസസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതായത് 16 മണിക്കൂർ വീഡിയോ, എജ്യൂപോർട്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഡിയോ എന്ത് ചെയ്യാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്ക്? നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് എജ്യൂപോർട്ടിൻ്റെ മാത്സിൻ്റെ കിങ് പ്രിൻസ് സർ, അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യാനുള്ള ചാനലിൻ്റെ പേരുണ്ടല്ലോ, മാത്സ് ക്രൂസൈഡർ പ്രിൻസ് സർ എന്ത് ചെയ്യാണ് നിങ്ങളുടെ 14 ചാപ്റ്ററും കൂടെ 16 മണിക്കൂറിൽ ഒതുക്കിയിട്ട്. അതായത് ഒരു ചാപ്റ്ററിന് 1 മണിക്കൂർ കരുതണ്ട കേട്ടോ, ചില ചാപ്റ്റർ 3/4 മണിക്കൂറായിരിക്കും. ഇൻ്റഗ്രേഷൻ ഒക്കെ എനിക്ക് 2.5-3 മണിക്കൂറുണ്ടെന്നാൽ ആ രീതിയിൽ ഈ വരുന്ന ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 16 മണിക്കൂറിൻ്റെ ഒരൊറ്റ വീഡിയോ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാം, അറിയുന്നത് സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഈ 16 മണിക്കൂർ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5x കാണാൻ പറ്റും. 1.5x കാണുകയാണെങ്കിൽ ഒരു 11 + 5.5 11 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ മുഴുവൻ കണ്ടു തീർക്കാം. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, അല്ല സാറേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പോസ് ചെയ്യേണ്ടി വരും, ആലോചിക്കേണ്ടി വരും, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. അതിനൊക്കെ കൂടെ എന്ത് ചെയ്യാണ്, ഞാനൊരു അഡീഷണൽ 20 മണിക്കൂറും കൂടെ, 20 + 11 അഥവാ 31 ഒന്നും കൂടെ കൂട്ടി 32 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 ദിവസം ഉണ്ട് അല്ലേ. അതായത് 13, 14, 15, 16 4 ദിവസം 32 മണിക്കൂറിന് അത്ര എളുപ്പമൊന്നുമല്ല. 8 hours. ഈ 8 മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം അങ്ങ് സ്പെൻഡ് ചെയ്തൊന്ന് പഠിച്ചു നോക്കണം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം, മസ്റ്റ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ, കാണണം. ആ വീഡിയോയിൽ എന്ത് ചെയ്യുന്നു, അത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സാധനം. അതായത് ഫസ്റ്റ് ടൈം, അതായത് എജ്യൂപോർട്ടിൻ്റെ ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് 16 മണിക്കൂർ വീഡിയോ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് രാത്രി 7 മണിക്ക് അപ്പാവും. ഓക്കെ, ഇന്ന് രാത്രി 7 മണിക്ക് അപ്പായി കഴിഞ്ഞാൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം. ഇതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, ചില ആൾക്കാർക്കൊക്കെ റെക്കോർഡഡ് വീഡിയോ പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് സ്ട്രീമുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ ലൈവ് സ്ട്രീമുകൾ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇന്ന് രാത്രി നമ്മൾ ആ കാൽക്കുലസിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും, 7:30 നമ്മൾ തുടങ്ങും. നാളെ ബാക്കി 3 ചാപ്റ്റേഴ്സ്, ഇൻ്റഗ്രൽസ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മളുടെ JEE ഫാക്കൽറ്റി നിഷാദ് സാറാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ ബോർഡ് എക്സാം ലെവലിൽ. നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ടൈം ഈസ് at 4 PM ആണ്. 4 മണിക്കാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ 3 ചാപ്റ്റേഴ്സ് പഠിക്കുന്നത്. അതിനുശേഷം മാർച്ച് 14-ാം തീയതി രാവിലെ 9 മണി മുതൽ എന്ത് ചെയ്യും, നമ്മൾ ആദ്യത്തെ എളുപ്പത്തിലുള്ള 4 ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മിസ്സായി പോയിട്ടുണ്ട് ഈ വർഷത്തെ. ബാക്കി നമുക്ക് നോക്കാം. 15-ാം തീയതി രാവിലെ ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തീർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 14 ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് റിവിഷൻ ക്ലാസ്സും നമ്മളിവിടെ തരും. ഇത് നമ്മൾ പരമാവധി
ഒരു പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ, അതായത് ഒന്നും പഠിക്കാത്ത ആൾക്കാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് പരീക്ഷയുടെ തലേന്ന് 16-ാം തീയതി എന്താണ് 3 മണി മുതൽ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങൾക്കുള്ള ലൈവ് പ്ലാന്. പ്രത്യേകിച്ച് നിങ്ങൾ ബാക്കി കുട്ടികളുണ്ടല്ലോടാ, പെയ്ഡ് സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇവിടെയൊക്കെയുള്ള മോർണിംഗ് ഉള്ള ആസ് പെർ ഷെഡ്യൂൾ പെയ്ഡ് ലൈവുകൾ പോകും. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ പബ്ലിക്കിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മേജ് ആവാമെന്ന് മാത്രമേ പെയ്ഡ് സ്റ്റുഡൻസിനോട് പറയാനുള്ളൂ. ആൻഡ് നെക്സ്റ്റ്, ഇത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതേപോലത്തെ ഷുവർ ക്വസ്റ്റ്യൻ, ടോപ്പ് ക്വസ്റ്റ്യൻ, A+ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസും ഈ ചാനലിൽ കൂടെ വരും. ഇതിലപ്പുറം എന്താ നിങ്ങൾക്ക് വേണ്ടേ? ആകെ ഒരൊറ്റ സാധനം മതി, നിങ്ങളുടെ വിധി, നിങ്ങളുടെ തീരുമാനങ്ങളും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ആക്ഷൻസുമാണെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടി വരിക. മാത്സ് എക്സാമോടുകൂടി നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒരു ചൈൽഡിൽ നിന്നും യൂത്തിലേക്ക് കടക്കണം, യുവാവാവണം. സെറ്റല്ലേ? ഒരു ഫയർ ഇടടാ.